കനത്ത മഴയിലും കാറ്റിലും തൃശൂർ നഗരത്തിലെ നടുറോഡിലേക്ക് കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര വീണു. കോർപ്പറേഷൻ ഓഫീസ് റോഡിലെ 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് മേൽക്കൂര റോഡിലേക്ക് വീണത്. അതേസമയം മേൽക്കൂരയുടെ തകരാർ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരക്കേറിയ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ് റോഡിൽ കോർപ്പറേഷന്റെ മുൻവശത്തായാണ് 5 മണിയോടെ അപകടമുണ്ടായത്. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന 500 സ്ക്വയർ ഫീറ്റിലധികം നീളമുള്ള ഇരുമ്പ് മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ നഗരത്തിലെ പ്രധാന റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിൽ വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. അതേസമയം മേൽക്കൂര തകർന്നതിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും ജനങ്ങളും രംഗത്തെത്തി. ഇരുമ്പ് മേൽക്കൂര തകർന്നു വീണ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് കോർപ്പറേഷന്റെ തന്നെ റിപ്പോർട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖയും ഇതിനിടയിൽ പുറത്തുവന്നു. അപകടം നടന്ന ഉടൻ തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ എത്തി മേൽക്കൂര കട്ടർ ഉപയോഗിച്ച് മുറിച്ച് JCB സഹായത്തോടെ റോഡിൽ നിന്ന് നീക്കി. 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തകർന്ന മേൽക്കൂര റോഡിൽ നിന്ന് മാറ്റാനായത്. സാധാരണയായി കാൽനട യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്നവരും ഇരുചക്രവാഹന യാത്രക്കാരുമായി വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ. അപകട സമയത്ത് കനത്ത മഴയെ തുടർന്ന് ആളൊഴിഞ്ഞതാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത്. ന്യൂസ് മലയാളം, തൃശൂർ.